ഹലോ എവ്രി വൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സുധാ മൂർത്തിയുടെ ഹൊറഗല്ലു എന്ന് പറയുന്ന ഒരു ചെറിയ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആണ്. ഒരു ചെറിയൊരു അക്കൗണ്ടാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. പേജ് നമ്പർ 26. ഹൊറഗല്ലു ബൈ സുധാ മൂർത്തി. Hot summer days remind me of my childhood in a little village. There was a large banyan tree right in the middle of the village, and I would spend many hours playing under it during my holidays. The tree was like a massive umbrella, with its branches providing much needed shade and succor. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് തന്നെ സുധാമൂർത്തി തൻ്റെ ചൈൽഡ്ഹുഡിനെ പറ്റിയുള്ള ചെറിയൊരു എക്സ്പ്ലനേഷനാണ് നമുക്ക് നൽകുന്നത്. അദ്ദേഹം ഇവിടെ പറയുന്നത് എന്താണ്? ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ ലിറ്റിൽ വില്ലേജ്. അപ്പോൾ തൻ്റെ ചെറിയ ഗ്രാമത്തിലെ എന്താണ് വേനൽക്കാലം അല്ലേ, ചെറുപ്പകാലത്തെ വേനൽക്കാലത്തെ പറ്റിയാണ് അദ്ദേഹം അവിടെ ഓർക്കുന്നത്. ദർ വാസ് എ ലാർജ് ബനിയൻ ട്രീ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ്. അപ്പം സുധാമൂർത്തി പറയുകയാണ് തൻ്റെ ഗ്രാമത്തിൻ്റെ നടുവിലായിട്ടൊരു വലിയ ഒരു ആൽ വൃക്ഷം ഉണ്ടായിരുന്നു. ആൻഡ് ഐ വുഡ് സ്പെൻഡ് മെനി അവേഴ്സ് പ്ലേയിങ് അണ്ടർ ഇറ്റ് ഡ്യൂറിങ് മൈ ഹോളിഡേയ്സ്. അപ്പം ഞാൻ എൻ്റെ അവധി ദിവസങ്ങളിൽ അതിൻ്റെ ചുവട്ടിൽ ഒരുപാട് സമയം കളിക്കുമായിരുന്നു. ദ ട്രീ വാസ് ലൈക്ക് എ മാസീവ് അംബ്രല്ല വിത്ത് ഇറ്റ്സ് ബ്രാഞ്ചസ് പ്രൊവൈഡിങ് മച്ച് നീഡഡ് ഷെയ്ഡ് ആൻഡ് സക്കർ. അപ്പം സുധാമൂർത്തി പറയുവാണ് ആ ട്രീയുടെ മുകൾ ഭാഗം എന്ന് വെച്ചാൽ ഒരു വലിയൊരു എന്താണ് ഈ ഇലകളാൽ മൂടപ്പെട്ട ഒരു വലിയൊരു കൊട പോലെ തോന്നിക്കും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിത്ത് ഇറ്റ്സ് ബ്രാഞ്ചസ് പ്രൊവൈഡിങ് മച്ച് നീഡഡ് ഷെയ്ഡ് ആൻഡ് സക്കർ. അപ്പം ആവശ്യത്തിനുള്ള തണലും അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും അതിൻ്റെ ചുവട്ടിൽ ഈ മരത്തിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. സക്കർ എന്ന് പറയുമ്പം അതിൻ്റെ മീനിങ് പുറകിൽ കൊടുത്തിട്ടുണ്ട്, സപ്പോർട്ട് എന്നാണ്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. ട്രാവലേഴ്സ് സ്പെൻഡ് സം ടൈം സിറ്റിംഗ് അണ്ടർ ഇറ്റ് ആൻഡ് ക്യാച്ചിങ് ദർ ബ്രെത്ത് ബിഫോർ ഗോയിങ് ഓൺ ദർ വേ. അപ്പം ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അതുവഴി നടന്നു പോകുന്ന യാത്രക്കാരെല്ലാവരും അതിൻ്റെ ചുവട്ടിൽ സമയങ്ങൾ ചെലവഴിക്കുമായിരുന്നു. മാത്രം അവർ പോകുമ്പം ഈ ഒരുപാട് അണയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പം അവർക്ക് കുറച്ചൊന്ന് ആശ്വസിക്കാൻ വേണ്ടി ആ ഒരു സ്ഥലത്തിന് ചുവട്ടിലായിരുന്നു ആളുകൾ കൂടുതലായിട്ടും സമയം ചെലവഴിക്കുന്നത്. To make them comfortable, there was a Horegallu under the tree. Horegallu literally means a stone that can bear weight. അപ്പം അവരെ കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി അതിൻ്റെ താഴെ ഒരു ഹൊറഗല്ലു ഉണ്ടായിരുന്നു. ഹൊറഗല്ലു എന്ന് വെച്ചാൽ ലിറ്ററലി മീൻസ് സ്റ്റോൺ ദാറ്റ് ക്യാൻ ബെയർ വെയ്റ്റ്. അവിടെ നമുക്ക് കാണാം ആ ഒരു ചിത്രത്തിൻ്റെ ചുവട്ടിൽ ഒരു ഒരു വലിയൊരു സ്റ്റോണും കൊണ്ടല്ല അല്ലേ, ലാർജ് ഫ്ലാറ്റ് സ്റ്റോണ് കാണാം. അവിടെ ചുമട് താങ്ങി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ ഒരു ഒരു ഹൊറഗല്ലു ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി over two vertical ones, thus making a stone bench on which anyone could sit and rest a while, chat with a fellow traveler and exchange news of the road. അപ്പം ഇവിടെ അതിൻ്റെ പ്രത്യേകത പറഞ്ഞിരിക്കുവാണ്. ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓവർ ടു വേർട്ടിക്കൽ വൺസ്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു രണ്ട് വേർട്ടിക്കൽ വൺസ് അല്ലേ, ഹൊറിസോണ്ടലി അവിടെ രണ്ട് കല്ലുകളുടെ മുകളിൽ ഒരു ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ ഇരിക്കാം, അവിടെ റെസ്റ്റ് ചെയ്യാം. ചാറ്റ് വിത്ത് എ ഫെലോ ട്രാവലർ, അവിടെയുള്ള യാത്രക്കാരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുകയോ റെസ്റ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യാം. മാത്രമല്ല നമുക്ക് വാർത്തകളൊക്കെ അവിടെ ഇരുന്ന് കൈമാറാം. കൂൾ വാട്ടർ വുഡ് ബി കെപ്റ്റ് ഇൻ earthen pots near the bench and people could quench their thirst ബിഫോർ സ്റ്റാർട്ടിങ് ദർ ജേർണീസ് അഗൈൻ. അപ്പം അവിടെ വന്ന് വിശ്രമിക്കുന്ന യാത്രക്കാർക്ക് വേണ്ടി അവിടെ ഒരു ചെറിയ കുടത്തിൽ, ഒരു മൺകുടത്തിൽ ജലം വെച്ചിട്ടുണ്ട്. അവരുടെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഒരു ജലം അവിടെ വെച്ചിരിക്കുന്നത്. ഐ ആം ഷുവർ സിമിലർ സിമ്പിൾ അറേഞ്ച്മെൻറ്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ വില്ലേജസ് ഓൾ ഓവർ ദ കൺട്രി. അപ്പം സുധാമൂർത്തി പറയുവാണ്, എനിക്ക് ഉറപ്പാണ് ഇതുപോലുള്ള പല അറേഞ്ച്മെൻറ്റ്സ്, പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിൽ മുഴുവൻ അല്ലേ, നമ്മുടെ കൺട്രി എന്ന് പറയുമ്പം ഇന്ത്യയാണ്, ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളിലും കാണാൻ സാധ്യതയുണ്ട്. The Horegallu in our village holds special memories for me as it is inextricably linked with my grandfather. അപ്പം ഞങ്ങളുടെ
ഈ ഗ്രാമത്തിലുള്ള ഈ ഹൊറഗല്ലു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ട്. കാരണം ഇത് ഇൻഎക്സ്ട്രിക്കബിളി എന്ന് വെച്ചാൽ എന്താണ്, ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കാരണം എന്താണ്, ഇറ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ. അത് എൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ടും അടുത്ത ബന്ധമുള്ളതാണ്. ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ആൻഡ് വുഡ് സ്പെൻഡ് അവേഴ്സ് എവറി ഡേ സിറ്റിംഗ് അണ്ടർ ദ ബനിയൻ ട്രീ ആൻഡ് ടോക്കിംഗ് ടു ദോസ് റെസ്റ്റിംഗ് ദർ. അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദർ, സുധാമൂർത്തി പറയുകയാണ്, ഗ്രാൻഡ് ഫാദർ റിട്ടയർഡ് സ്കൂൾ ടീച്ചറായിരുന്നു. ആൻഡ് വുഡ് സ്പെൻഡ് അവേഴ്സ് എവറി ഡേ സിറ്റിംഗ് അണ്ടർ ദ ബനിയൻ ട്രീ ആൻഡ് ടോക്കിംഗ് ടു ദോസ് റെസ്റ്റിംഗ് ദർ. അപ്പം അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, മണിക്കൂറുകൾ അതിൻ്റെ ചുവട്ടിലിരിക്കും. മാത്രവുമല്ല അവിടെ ഇരുന്നുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളുകളോട് സംസാരിക്കുമായിരുന്നു. വെൻ ഐ വുഡ് ഗെറ്റ് ടയർഡ് ഓഫ് പ്ലേയിങ് ഐ വുഡ് സിറ്റ് നെക്സ്റ്റ് ടു ഹിം ആൻഡ് ഒബ്സർവ് ദ പീപ്പിൾ ഹി വാസ് സ്പീക്കിംഗ് ടു ആൻഡ് ലിസൺ ടു ദെയർ കോൺവെർസേഷൻസ്. അപ്പം സുധാമൂർത്തി പറയുവാണ്, താൻ ഇവിടെ കളിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കും. മാത്രവുമല്ല ആളുകൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കും. മാത്രവുമല്ല അവരുടെ കോൺവെർസേഷൻസ്, അവരോട് താൻ എന്താണ് അവരോട് സംസാരിക്കുന്നതെന്നും അവർ പറയുന്നത് എന്താണെന്നും താൻ കേൾക്കും. മോസ്റ്റ് ഓഫ് ദം വെയർ വില്ലേജേഴ്സ് ടേക്കിംഗ് എ ബ്രേക്ക് ഫ്രം ദെയർ വർക്ക് ഇൻ ദ ഫീൽഡ്സ് നിയർ ബൈ. അപ്പം അതിൽ മെജോറിറ്റി, അതിൽ ഭൂരിഭാഗം പേരും എന്തായിരിക്കും, അവിടുത്തെ ഗ്രാമവാസികളായിരിക്കും. അവരവരുടെ വയലിലെ പണിയെല്ലാം കഴിഞ്ഞ് വരുന്ന വഴിയിൽ അവർ റെസ്റ്റ് എടുക്കുന്നതായിരിക്കും. They had to walk long distances each day, carrying heavy burdens on their heads. അപ്പം ഈ ഗ്രാമവാസികളൊക്കെ ഒരുപാട് ദൂരം അവർക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. കാര്യം ഒരുപാട് ചുമടുകളൊക്കെ എന്താണ് തലയിൽ ചുമ്മിക്കൊണ്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടവരാണ്. Tired out by the heat, they would drink the cool water, wash their faces with it and chat with grandfather. അപ്പം അവരെന്താണ്, അവർ ചൂടും കൊണ്ട് ടയേർഡ് ആകുമ്പോൾ അല്ലെ, ചൂടും കൊണ്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടാവുമ്പോൾ they would drink the cool water, അവർ ആ മൺകുടത്തിൽ വെച്ചിരുന്ന ആ വെള്ളം കുടിക്കും. വാഷ് ദെയർ ഫേസസ് വിത്ത് ഇറ്റ്, അവർ അതുകൊണ്ട് മുഖം കഴുകും. ആൻഡ് ചാറ്റ് വിത്ത് ഗ്രാൻഡ് ഫാദർ, അപ്പോൾ അവിടെ ഇരിക്കുന്ന എന്താണ് സുധാമൂർത്തിയുടെ മുത്തശ്ശനുമായിട്ട് സംസാരിക്കും. ദെയർ കോൺവെർസേഷൻ വുഡ് ബി അബൌട്ട് ദെയർ ഡെയിലി ലൈഫ്സ് ആൻഡ് വെറീസ്. അപ്പം അവരുടെ സംസാരം മിക്കപ്പോഴും എന്തിനെ പറ്റിയായിരിക്കും, അവരുടെ സംസാരം അവരുടെ ദൈനംദിന ജീവിതത്തെ പറ്റിയും അവരുടെ വ്യാകുലതകളെ പറ്റിയും ഒക്കെ ആയിരിക്കും അവരുടെ അവിടുത്തെ സംസാരം. മാസ്റ്റർ ജി, ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്, I have never seen such dry weather. Or Master Ji, it is getting difficult for me to carry these large loads on my head. Thank God for this Horegallu. അപ്പം മാസ്റ്റർ ജി എന്ന് പറയുന്നത് സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറിനെയാണ്. അപ്പം ആ ഗ്രാമവാസികൾ അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് മാസ്റ്റർ ജി. അപ്പം ഇവിടെ അവരുടെ സംസാരം എങ്ങനെയാണെന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കുവാണ്. മാസ്റ്റർ ജി, ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്, ഐ ഹാവ് നെവർ സീൻ സച്ച് ഡ്രൈ വെതർ. അപ്പം ചിലർ പറയും, മാസ്റ്റർ ജി, ഇപ്പോഴത്തെ നമ്മുടെ ഈ വേനൽക്കാലം എന്ത് ചൂടാണ്, ഞാൻ ഇതുപോലത്തെ ഒരു വരണ്ട കാലാവസ്ഥ കണ്ടിട്ടേ ഇല്ല. മറ്റു ചിലർ പറയും, മാസ്റ്റർ ജി, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ക്യാരി ദീസ് ലാർജ് ലോഡ്സ് ഓൺ മൈ ഹെഡ്. എന്താണ്, എനിക്ക് ഈ ചുമടുകൾ, ഭാരമുള്ള ചുമടുകൾ എന്താണ് ചുമ്മിക്കൊണ്ട് പോകാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ എന്ന് പറയുകയാണ്. താങ്ക് ഗോഡ് ഫോർ ദിസ് ഹൊറഗല്ലു. അപ്പോൾ അവർ പറയുന്നതാണ്, ഈ ഒരു ചുമട് താങ്ങിക്കായിട്ട് ദൈവത്തിന് നന്ദി. ഐ വിഷ് മൈ സൺ വുഡ് ഹെൽപ്പ് ബട്ട് ഹീ ഓൺലി വോണ്ട്സ് ടു ഗോ ടു ദ സിറ്റി. അപ്പം ആളുകൾ പറഞ്ഞിങ്ങനെയാണ്, എനിക്ക് എൻ്റെ മകൻ എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവൻ എപ്പോഴും എന്താണ് നഗരത്തിലേക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ദേ സ്പോക്ക് അബൌട്ട് ദ ഡിഫിക്കൽട്ടീസ് ദേ ലീവ്ഡ് വിത്ത്. അവരുടെ ജീവിതത്തിലുള്ള അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി ഗ്രാൻഡ് ഫാദറിനോട് അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. മൈ ഗ്രാൻഡ് ഫാദർ കുഡ് ഓൺലി ലിസൺ ടു ദം ബട്ട് ജസ്റ്റ് ടോക്കിംഗ് ടു ഹിം സീം ടു റിഫ്രഷ് ദം ഫോർ ദ ജേർണി. അപ്പം ഗ്രാൻഡ് ഫാദർ അവരെ ശ്രദ്ധിക്കുക മാത്രമല്ല, അവരുടെ യാത്രയിൽ അവരെ കൂടുതലായിട്ടും റിഫ്രഷ് ചെയ്യുക, അല്ലേ, അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരോട് സംസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ആഫ്റ്റർ സം ടൈം ദേ വുഡ് പിക്ക് അപ്പ് ദെയർ ബർഡൻസ് വിത്ത് സം ഈസ് ആൻഡ് ഗോ ഓൺ ദർ വേ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പം അവരെന്താണ് വളരെ ഫ്രഷ് ആയിട്ട്, അല്ലേ, അവർ റിഫ്രഷ്ഡ് ആയിട്ട് അവിടുത്തെ ആ ചുമടുകളൊക്കെ എടുത്തുകൊണ്ട് വീണ്ടും അവർ നടന്നു പോകുമായിരുന്നു. The Horegallu was an important feature in their lives, and as a child I would often not understand why they blessed it so often for being there. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുവാണ് സുധാമൂർത്തി, അതുകൊണ്ട് ഈ ഹൊറഗല്ലു അവരുടെ ജീവിതത്തിലൊരു എന്താണ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഒരു ചെറുപ്പമായിരുന്നു കൊണ്ട് തന്നെ സുധാമൂർത്തി പറയുവാണ്, തനിക്ക് അറിയത്തില്ലായിരുന്നു അവരെന്തുകൊണ്ടാണ് ഈ ഹൊറഗല്ലുവിനെ ഇത്രമാത്രം അനുഗ്രഹിക്കുന്നത് എന്നറിയത്തില്ലായിരുന്നു.
ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് ഓൺലി എ സ്റ്റോൺ ബെഞ്ച്. അപ്പം സുധാമൂർത്തി പറയുകയാണ് അത് വെറൊരു കല്ല് കൊണ്ടൊരു സ്റ്റോൺ ബെഞ്ചാണ് അല്ലേ, ഒരു ബെഞ്ചാണ്. പക്ഷേ ഇത്രമാത്രം അതിന് എന്താണ് ഒരു ബ്ലെസ്സിങ് എന്ന് ചെറുപ്പത്തിൽ സുധാമൂർത്തിക്ക് മനസ്സിലായിരുന്നില്ല. ഇറ്റ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ ഹു ടോൾഡ് മീ, ചൈൽഡ്, എ ഹൊറഗല്ലു ഇസ് എസെൻഷ്യൽ ഇൻ എനി ജേർണി. We all carry our burdens according to our situations and capacities. But every once in a while we need to stop, put down that burden and rest. അപ്പം ഫാദറാണ്, ഇപ്പോൾ ഗ്രാൻഡ് ഫാദറാണ് ആരോട്, സുധാമൂർത്തിയോട് പറഞ്ഞത്, ചൈൽഡ്, എ ഹൊറഗല്ലു ഇസ് എസെൻഷ്യൽ ഇൻ എനി ജേർണി. എന്താണ് മകളെ, നമ്മുടെ എല്ലാവരുടെയും യാത്രയിൽ, ജീവിതയാത്രയിൽ നമുക്ക് എല്ലാവർക്കും ഒരു ചുമട് താങ്ങി ആവശ്യമാണ്. വി ഓൾ ക്യാരി അവർ ബർഡൻസ് അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് കപ്പാസിറ്റീസ്. നമ്മളെ കഴിവുകൾ വെച്ചും നമ്മുടെ സാഹചര്യങ്ങൾ വെച്ചും നമ്മളെല്ലാവരും ഒരുപാട് ചുമടുകൾ താങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമുക്ക് എല്ലാവർക്കും എന്താണ് ആവശ്യം, ഒരു ചുമട് താങ്ങി ആവശ്യമാണ്. ബട്ട് എവറി വൺസ് ഇൻ എ വൈൽ വി നീഡ് ടു സ്റ്റോപ്പ്. അപ്പം നമ്മൾ ഒരിക്കലെങ്കിലും എന്താണ് നമ്മൾ നിൽക്കണം, പുട്ട് ഡൗൺ ദാറ്റ് ബേർഡൻ ആൻഡ് റെസ്റ്റ്. നമ്മൾ എന്താണ് ആ ചുമട് താഴെ വെച്ച് റെസ്റ്റ് എടുക്കണം. ഓൺലി ദെൻ വി ക്യാൻ ബി റിഫ്രഷ്ഡ് ഇനഫ് ടു പിക്ക് അപ്പ് ദ ലോഡ് വൺസ് മോർ. അപ്പം എന്താണ് നമ്മൾ ആ ഒരു ചുമട് താങ്ങിയിൽ നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് ഒന്ന് റെസ്റ്റ് എടുത്താൽ മാത്രമേ നമുക്ക് വീണ്ടും റിഫ്രഷ്ഡ് ആയിട്ട് അത് വീണ്ടും എടുത്ത് മുൻപോട്ട് നടക്കാൻ സാധിക്കത്തുള്ളൂ. ദ ഹൊറഗല്ലു ഗീവ്സ് എവ്രി വൺ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡൂ സോ. അപ്പോൾ ഇവിടെ പറയുവാണ് ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ റീഗെയിൻ ദ സ്ട്രെങ്ത്. ഹൊറഗല്ലുവിൻ്റെ പ്രത്യേകത പറയുവാണ്, ദ ഹൊറഗല്ലു ഗീവ്സ് എവ്രി വൺ ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡൂ സോ. എന്താണ് ആ ഓപ്പർച്യൂണിറ്റി? വീണ്ടും റിഫ്രഷ്ഡ് ആകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതാണ് ഹൊറഗല്ലുവിൻ്റെ ജോലി. മാത്രവുമല്ല ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ റീഗെയിൻ ദ സ്ട്രെങ്ത്. ആളുകൾക്ക് വീണ്ടും അവരുടെ എന്താണ് ശക്തി അല്ലേ, വീണ്ടും അവരുടെ ശക്തി ഒന്നുകൂടെ വീണ്ടും ലഭിക്കാൻ ഈ ഹൊറഗല്ലു സഹായിക്കും. Later on in life, I go to see something that reminded me of that stone bench once again. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇവിടെ പറയുവാണ് സുധാമൂർത്തി, തൻ്റെ ജീവിതത്തിൽ എന്താണ് ഈ സ്റ്റോൺ ബെഞ്ചിനെ പറ്റി ഓർമ്മ വരുന്ന ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. I was working in Bombay, now Mumbai. One of my colleagues, Rekna, was a senior clerk, middle-aged and always smiling. She had done her graduation and been working in the company for nearly 25 years. She went about her repetitive, mundane work with an infectious cheerfulness. അപ്പം ഇവിടെ രത്ന എന്ന് പറഞ്ഞ എൻ്റെ കൊളീഗിനെ പറ്റി പറയുവാണ്. ഒരു സീനിയർ ക്ലർക്കാണ്, ഒരു മിഡിൽ ഏജ് മധ്യവയസ്കയാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നു. താൻ തൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഈ കമ്പനിയിൽ 25 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. ഷീ വെൻറ്റ് അബൌട്ട് ഹെർ റെപ്പറ്റേറ്റീവ് മ്യൂണ്ടൈൻ വർക്ക് വിത്ത് ആൻ ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ്. അപ്പം താൻ തൻ്റെ ഈ ദിവസം തോറുമുള്ള ഈ ജോലി വളരെ ഒരു എന്തെന്നില്ലാത്ത ഒരു സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ജോലി താൻ ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. അപ്പം മ്യൂണ്ടൈൻ എന്ന് വെച്ചാൽ ഡൾ, ഓർഡിനറി അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള ഒരു സാധാരണ ചെയ്തുകൊണ്ടുള്ളൊരു ചിയർഫുൾനെസ്. ഇപ്പം ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ് എന്ന് വെച്ചാൽ ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ചെയ്തുകൊണ്ട് ഓർഡിനറി ആയിട്ട് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ജോലിയായിരുന്നു ഈ രത്ന ചെയ്തുകൊണ്ടിരുന്നത്. Every day during the lunch hour, she would sit with some person in one of the rooms and they would have long chats. അപ്പം എല്ലാ ദിവസവും രത്നയ്ക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം ആരുടെയെങ്കിലും അടുത്തിരിക്കും അല്ലെ, ഓരോ ദിവസവും ഓരോരുത്തരുടെ അടുത്തിരുന്നിട്ട് അവരുടെ ഒപ്പം ഒരു ലോങ് ചാറ്റ്സ് അല്ലെ, കുറേ നീണ്ട ഒരു സംസാരം ഉണ്ടായിരിക്കും. ഐ വുഡ് ഓഫൻ വണ്ടർ വാട്ട് ദേ ടോക്ക്ഡ് അബൌട്ട്. അപ്പം ഞാൻ എപ്പോഴും ആശ്ചര്യപ്പെടുമായിരുന്നു എന്താണ് അവർ സംസാരിക്കുന്നതെന്ന്. One day I finally asked her, Rekna, what do you talk with each person for the whole lunch hour? അപ്പോൾ ഒരു ദിവസം ഞാൻ രത്നയോട് ചോദിച്ചു, രത്ന നീ എന്താണ് ഈ 1 മണിക്കൂർ ആൾക്കാരുമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കുന്നത്? രത്ന smiled and said simply, they share their troubles with me. അപ്പം രത്ന അത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവരുടെ ട്രബിൾസ്, അവരുടെ ദുഃഖങ്ങളെല്ലാം എന്നോട് പറയും. ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ? അപ്പം സുധാമൂർത്തി ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെ ഇത്രയും ആളുകളുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റും? ഡു യു ഓൾവേസ് ഹാവ് എൻ ആൻസർ ഫോർ ദ? അപ്പോൾ ചോദിക്കുവാണ്, താങ്കൾക്ക് അതിനുള്ള ഉത്തരം ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ എല്ലാവരും പറയുന്ന ട്രബിൾസിനുള്ള ഉത്തരം താങ്കളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. നോ, ഐ ഓൺലി ലിസൺ. അപ്പം രത്ന പറഞ്ഞൊരു മറുപടിയാണ്, ഇല്ല, പക്ഷെ ഞാൻ കേൾക്കും. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. അപ്പോൾ ചോദിച്ചു, ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലം? ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡുലസ് അറ്റ് സച്ച് എ സിംപ്ലിസിറ്റിക് ഔട്ട്ലുക്ക്. അപ്പം അത് മാത്രം മതിയോ, അത് പ്രോബ്ലം സോൾവ് ചെയ്യുമോ എന്ന് ഞാൻ എൻ്റെ ഒരു വളരെ
യങ്ങായിട്ടുള്ള ഇൻക്രെഡിബിൾ ഡൗട്ട്ഫുൾ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി ഞാനത് ചോദിച്ചു. But Ragna answered with the same patience and affections that she must have used with all my colleagues. I am not a trained counselor or an intellectual. No one can solve your problem. You have to do it yourself. അപ്പം രത്ന പറഞ്ഞു എന്താണ് അതേ ക്ഷമയോടുകൂടി ഉത്തരം പറഞ്ഞു, ഞാനൊരു ട്രെയിൻഡ് കൗൺസിലർ അല്ലേ, ട്രെയിൻഡ് കൗൺസിലർ ഒന്നും അല്ല, ഒരു ഇൻ്റലക്ച്വൽ ഒന്നും അല്ല, പക്ഷേങ്കിൽ എന്താണ് ഒരിക്കലും നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾക്ക് മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ഹൗ ഡു യു ഹെൽപ്പ് ദം ബൈ ലിസണിങ് ടു ദം. അപ്പം സുധാമൂർത്തി ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരെ കേൾക്കുന്നതിലൂടെ എങ്ങനെയാണ് ആ പ്രോബ്ലം താങ്കൾ സോൾവ് ചെയ്യുന്നത്? God has given me 2 years to listen to others. അപ്പം രത്ന പറഞ്ഞ ഉത്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. ദൈവം എനിക്ക് 2 ഇയേഴ്സ് തന്നിട്ടുണ്ട് കേൾക്കുവാൻ വേണ്ടി. ഐ ഹിയർ ദം ഔട്ട് വിത്ത് സിമ്പതി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവരെ കേൾക്കും വിത്തൗട്ട് ഒരു മുൻവിധികളുമില്ലാതെ ഞാൻ മറ്റുള്ളവരെ കേൾക്കും. When a person in trouble or under a lot of strain finds an outlet for his worries, it relieves half his burden. ഇവിടെ പറയുവാണ്, ഒരു വ്യക്തി ഒരു ട്രബിളിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിനിലാണെങ്കിൽ, ഒരുപാട് സങ്കടങ്ങളുണ്ടെങ്കിൽ ആ ഒരു ബേർഡൻ ഇറക്കി വെക്കാൻ അല്ലേ ഞാൻ അവരെ ലിസൺ ചെയ്യുന്നതുകൊണ്ട് അവരെ സഹായിക്കും. ഐ തോട്ട് ഫോർ സം ടൈം ആൻഡ് സെഡ്, ബട്ട് ഡോണ്ട് യു എവർ ബ്രേക്ക് ദ കോൺഫിഡൻസ് ആൻഡ് ടെൽ അതേഴ്സ് ദ സീക്രറ്റ്സ് യു ഹിയർ ഈവൻ ബൈ മിസ്റ്റേക്ക്. അപ്പം താൻ ചോദിക്കുവാണ്, സുധാമൂർത്തി ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു, എന്നിട്ട് ചോദിച്ചു, എന്താണ് താങ്കൾ എന്തെങ്കിലും ആ ഒരു ധൈര്യം, അവരുടെ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ഈ പറയുന്ന സീക്രട്സൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് അത് എന്തെങ്കിലും ഈ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ, ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ, അറിയാതെങ്കിലും? നോട്ട് ഈവൻ ഇൻ മൈ ഡ്രീംസ്. അപ്പോൾ രത്ന പറഞ്ഞു, എൻ്റെ സ്വപ്നങ്ങളിൽ പോലും അങ്ങനെ മറ്റുള്ളവരുടെ കോൺഫിഡൻസിനെ തകർത്തിട്ടില്ല. ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് ബീട്രയൽ. അപ്പം ഞാൻ അതിനെ കാണുന്നത് ഏറ്റവും ഹീനമായ രീതിയിലുള്ള ചതിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ ഗ്രേറ്റർ സിൻ ദാൻ ബീട്രയിങ് സമ്മൺസ് കോൺഫിഡൻസ്. അപ്പം മറ്റുള്ളവരുടെ കോൺഫിഡൻസിനെ തകർക്കുക എന്നത് ഏറ്റവും വലിയ പാപമൊന്നും ഞാൻ കാണുന്നതേയില്ല. They tell me their worries because they know I will never talk about it or gossip about it to another person. അപ്പോൾ അവർ പറയുവാണ്, അവരുടെ ദുഃഖങ്ങൾ എന്നോട് പറയും, കാരണം ഞാനത് വേറെ ആൾക്കാരോട് പറഞ്ഞ് രസിക്കുകയോ സന്തോഷിക്കുകയോ ഒന്നും ചെയ്യത്തില്ല എന്നവർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ ചെയ്യുന്നത്, അവരുടെ ദുഃഖങ്ങൾ എന്നോട് പറയും. Only when they know their words are secure with me can they talk to me freely. അപ്പോൾ അവരെന്താണ്ട് പറയാണ്, അവർക്ക് അവർ പറയുന്ന വാക്കുകളെല്ലാം ഞാൻ സുരക്ഷിതമായി വെക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവരെന്നോട് സംസാരിക്കത്തുള്ളൂ. This way I relieve their burden for a short while till they are ready to pick themselves up and carry on with their journey. അപ്പം ഈ ഒരു രീതിയിലാണ് ഐ റിലീവ് ദർ ബർഡൻ ഫോർ എ ഷോർട്ട് വൈൽ. അപ്പോൾ കുറച്ച് സമയത്തേക്കിനെങ്കിലും അവരുടെ ദുഃഖങ്ങളെ ഒന്ന് ഇറക്കി വെക്കാൻ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. till they are ready to pick themselves up and carry on with their journey. അപ്പം ഇതൊന്ന് ഇറക്കി വെച്ചാൽ മാത്രമേ അവർക്ക് മുൻപോട്ടുള്ള യാത്രയിൽ വീണ്ടും സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. Her words uncannily echoed my grandfather sitting on the stone bench under the banyan tree, perhaps in their own small ways without access to great wealth. Both these people were doing tremendous social service. അപ്പം her words uncannily എന്ന് വെച്ചാൽ മിസ്റ്റീരിയസ്ലി എന്നുള്ള അർത്ഥത്തിൽ എക്കോഡ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ്. അപ്പം ഇത് എൻ്റെ മുത്തച്ഛൻ്റെ ആ ഒരു അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണല്ലോ എന്ന് സുധാമൂർത്തിക്ക് തോന്നി. സിറ്റിംഗ് ഓൺ ദ സ്റ്റോൺ ബെഞ്ച് അണ്ടർ ദ ബെനിയൻ ട്രീ. അപ്പം പെർഹാപ്സ് ഇൻ ദർ ഓൺ സ്മോൾ വേസ് വിത്തൗട്ട് ആക്സസ് ടു ഗ്രേറ്റ് വെൽത്ത് ബോത്ത് ദീസ് പീപ്പിൾ വർ ഡൂയിങ് ട്രമൻഡസ് സോഷ്യൽ. അപ്പം വലിയ രീതിയിലൊന്നും അല്ല ചെയ്യുന്നത്, പക്ഷേ ചെറിയ രീതിയിലുള്ള സോഷ്യൽ സർവീസാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്. നോ വൺ തോട്ട് ഓഫ് അക്നോളജിങ് ദർ വർക്ക് ഓർ റിവാർഡിങ് ദം ഫോർ ഇറ്റ്. അപ്പം സുധാമൂർത്തി പറയുവാണ്, ആരും അവർക്കൊരു താങ്ക്സ് പറയാൻ പോലും ചിലപ്പോൾ ഓർക്കത്തില്ലായിരിക്കും, അവർക്കൊരു റിവാർഡ് കൊടുക്കാൻ പോലും ഓർക്കത്തില്ലായിരിക്കും. ദർ വർക്ക് ഓർ റിവാർഡിങ് ദം ഫോർ ഇറ്റ് ബട്ട് ദേ കണ്ടിന്യൂ ടു ഡു സോ ആസ് ദീസ് ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ഗേവ് ദം ജോയ്. പറയുവാണ്, പക്ഷേ അവർക്കതൊന്നും കിട്ടിയില്ലേ പോലും അവരവരുടെ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാര്യം അവരുടെ ഈ ഒരു ആക്ട് മറ്റുള്ളവർക്കെന്നും സന്തോഷമാണ് നൽകുന്നത്. If ever now I happen to pass a Horegallu in a village, I remember them and wish there were many more of them in this world. അപ്പോൾ ഇവിടെ പറയുവാണ്, ഞാൻ എങ്ങാനും വില്ലേജിൽ കൂടെ പോകുന്ന സമയത്ത് ഒരു ചുമട് താങ്ങി കാണുവാണെങ്കിൽ
ഐ റിമെമ്പർ ദം, ഞാനിതെല്ലാം ഓർക്കും. ആൻഡ് വിഷ് ദർ വെർ മെനി മോർ ഓഫ് ദം ഇൻ ദ വേൾഡ്. അപ്പം ഞാൻ ഓർക്കും ഈ ലോകത്ത് ഇതുപോലെ ഒരുപാട് പേരിങ്ങനെയുള്ളവരുണ്ടെന്ന് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുധാമൂർത്തി ഒരു ബ്യൂട്ടിഫുൾ അക്കൗണ്ടാണിത്. നമുക്ക് എല്ലാവർക്കും ഒരു മോറൽ അല്ലേ, മറ്റുള്ളവരെ കേൾക്കുവാനുള്ളൊരു കപ്പാസിറ്റി, അല്ലെങ്കിൽ അതൊരു കഴിവാണ് അല്ലേ. നമുക്ക് 2 ചെവികൾ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ആ രത്ന പറഞ്ഞതുപോലെ തന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അവരെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതാണ് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അപ്പം സുധാമൂർത്തി അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ഈ ലോകത്ത് ഇങ്ങനത്തെ ഒരുപാട് ഹൊറകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് താൻ ആശിച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പാഠം ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.